Hello everyone, welcome back to Silent Learning. It's me Jamshad, you can always call me Jerry. Today we are going to learn how to read English like a topper. Actually, this is for the 9th standard ഇംഗ്ലീഷ് സ്റ്റുഡൻസ്. ഇംഗ്ലീഷിന് മാത്രമാണോ? അല്ല, ബാക്കിയുള്ളതിനും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ മെയിൻലി നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്, ഇംഗ്ലീഷ് സബ്ജക്റ്റിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവാൻ പോകുന്ന ഇത് ആക്ച്വലി 9th CBSE പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്പെഷ്യലി മെയ്ഡ് ചെയ്തതാണ്. അത് മാത്രമല്ല, നിങ്ങൾക്കിത് ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ 10th ഉപകാരപ്പെടും. നെക്സ്റ്റ് വർഷം അടുത്ത വർഷം നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോവുകയാണ്. സോ നന്നായിട്ട് ഈ ഒരു പ്രോപ്പർ പ്ലാനിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ definitely I can say that you are going to be a topper. You guys are going to be a pro. യെസ്, ഒരു പ്രൊഫഷണൽ റീഡർ. ഓക്കെ, അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഏതൊരു കാര്യവും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അവസാനത്തേക്ക് വരുന്ന സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവുന്നത്, നമുക്ക് പോയംസ് ഉണ്ട്, നമുക്ക് ധാരാളം പ്രോസ് ഉണ്ട്, ഇതൊക്കെ വായിച്ച് തീർക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഹെക്റ്റിക് ആണ്. അതിനെ ക്രാക്ക് ചെയ്യാനുള്ള ഒരു കിടിലൻ മെത്തേഡാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സോ ഇതുപോലത്തെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിടുക. നമ്മൾ നേരെ പോകുന്നു to the video. നോക്കാം. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 10-14 പോയിന്റ്സ് ഉണ്ട്, നോക്കിക്കോ. അണ്ടർസ്റ്റാൻഡ് ദ സിലബസ് thoroughly നന്നായിട്ട് നമ്മുടെ സിലബസ് ഏതാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് 2 സിലബസ് ഉണ്ടടാ, 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഏതൊക്കെയാടാ? ബീഹൈവ് ഉണ്ട്, ഓക്കെ, മെയിൻ റീഡർ ആണ്. സപ്ലിമെന്ററി ഉണ്ട്, മൊമെന്റ്സ് എന്ന് പറയുന്ന. അതുപോലെ തന്നെ അത് മാത്രമാണോ ഉള്ളത്? അതല്ല, ഇംഗ്ലീഷ് ഗ്രാമറും റൈറ്റിംഗും ഉണ്ട്. നമുക്ക് 40 മാർക്ക് നമുക്ക് എവിടെ നിന്നാണ്? നമ്മുടെ ലിറ്ററേച്ചർ പാർട്ട്, ഈ ഒരു 2 ടെക്സ്റ്റിൽ നിന്നാണ്. ബാക്കി റിമൈനിങ് പാർട്ട് മാത്രമാണ് നമ്മുടെ ഗ്രാമറിൽ നിന്ന്, റൈറ്റിംഗിൽ നിന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഫോക്കസ് ഓൺ പ്രോസ്, പോയട്രി ആൻഡ് സപ്ലിമെന്ററി ചാപ്റ്റേഴ്സ്. നമ്മൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന ഈ ഒരു 2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ആ ഒരു ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് നമ്മൾ അടിപൊളിയായിട്ട് ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ആക്റ്റീവായിട്ട് റീഡ് ചെയ്യുക, പാസീവായിട്ട് വെറുതെ വായിച്ചു പോവുക. നോവലൊക്കെ വായിച്ചു പോകുന്നത് പോലെ അങ്ങനെ ചുമ്മാ വായിച്ചു പോവുകയല്ല. ഡോണ്ട് ജസ്റ്റ് റീഡ് ടു ഫിനിഷ്, കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി, തീരാൻ വേണ്ടി വായിക്കുക എന്നുള്ളതല്ല. റീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്, ടോൺ ആൻഡ് മെസ്സേജ്. അതിൽ നിന്നുള്ള മെസ്സേജ് എന്താണ്, ടോൺ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ടോൺ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ചോദിക്കും, ചിലപ്പോൾ മിക്കവാറും നമ്മുടെ 10th CBSE-യിലും +1-ലും +2-ലൊക്കെ നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടോൺ ഓഫ് ദ പോം, ടോൺ ഓഫ് ദിസ് സ്പെസിഫിക് ഏരിയ. ഇതിന്റെ ഒക്കെ ടോണ് എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ അതൊക്കെ ഇപ്പോഴേ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. ആസ്ക് ക്വസ്റ്റ്യൻ വൈൽ റീഡിങ്. നമ്മൾ ചിലപ്പോൾ ഈ ഒരു വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിനോട് അല്ലെങ്കിൽ ആ ഒരു പോർഷനോട് നമ്മൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. മീൻസ് ആക്ച്വലി ചോദിക്കാനല്ല, നമ്മുടെ മൈൻഡിൽ ചോദ്യം ഉണ്ടായിരിക്കുക, ഹൂ, വാട്ട്, വൈ, ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താക്കുക, ആ ഒരു ടെക്സ്റ്റിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ക്ലാരിഫൈ, ചിലപ്പോൾ കണക്ഷൻ വിട്ടു പോകുന്ന സമയത്ത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കും. നെക്സ്റ്റ് വൺ, തേർഡ് വൺ, ബ്രേക്ക് ദ ചാപ്റ്റർ ഇൻ ടു പാർട്സ്. ചാപ്റ്റർ അപ്പോൾ വലിയ ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അതിനെ പാർട്സ് ആക്കുക. നോക്കിക്കോ, ഡിവൈഡ് ദ ലെസൺ ഓർ സ്റ്റോറി ഇൻ ടു സ്മോൾ സെക്ഷൻസ്. ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചിലപ്പോൾ ഒറ്റയിരിപ്പിന് വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് ഒരു നിശ്ചിത സമയം മാത്രമേ ചിലപ്പോൾ എന്താക്കാൻ പറ്റുള്ളൂ, അതിന് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം മറ്റു സബ്ജക്റ്റുകളും ഉണ്ടല്ലോ. ഓക്കെ, സമ്മറൈസ് ഈച്ച് സെക്ഷൻസ് ഇസ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഓരോ സെക്ഷനും നമ്മളെ സ്വന്തം വേർഡിൽ സമ്മറൈസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ ഒരു സ്റ്റോറിയെ 3 സെക്ഷൻ ആക്കി എന്ന് വിചാരിക്കുക. ഓക്കെ, അതിന്റെ ആദ്യത്തെ സെക്ഷൻ നമ്മൾ വായിച്ചു, അപ്പോൾ നമ്മൾക്ക് എന്താണ് മനസ്സിലായെന്നുള്ളത് നമ്മൾ നോട്ട് എഴുതി വെക്കുക. ഹെൽപ്സ് ഇൻ ബെറ്റർ റിറ്റൻഷൻ ആൻഡ് ആൻസർ റൈറ്റിംഗ്. ഇത് നമ്മൾ ആൻസർ റൈറ്റിംഗിലും അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ, നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. യൂസ് എ ഹൈലൈറ്റർ ഓർ പെൻസിൽ. നമ്മളിവിടെ ചെയ്യുന്നത് പോലെ ഒരു ഹൈലൈറ്ററോ ഒരു പെൻസിലോ യൂസ് ചെയ്യുക. ഹൈലൈറ്റ് ഓർ അണ്ടർലൈൻ ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഹൈലൈറ്റ് ചെയ്യണം. തീം, മെസ്സേജ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുക. ചിലപ്പോൾ തീം അതിൽ ഡയറക്റ്റ് കൊടുക്കോ ഇല്ല, അത് നമ്മൾ എന്താക്കാം, ഒരു ബുക്കിൽ എഴുതി വെക്കുക. അതിനുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട്. നോക്കാം, ക്യാരക്ടറിന്റെ ട്രേറ്റ്സ്, ആ ക്യാരക്ടർ ആരാണ്, ക്യാരക്ടറിന്റെ ട്രേറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ക്യാരക്ടറിനുള്ളത്, അതുപോലെ തന്നെ പിന്നെ നെഗറ്റീവായിട്ട് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ എഴുതി വെക്കാം. പോയറ്റിക് ഡിവൈസ്, പോയിംസിലാകുന്ന സമയത്ത് ഒരു പോയത്തിൽ എന്തൊക്കെ പോയറ്റിക് ഡിവൈസ് ഉണ്ട്, അതിന്റെ ടോൺ ഏതാണെന്നുള്ളതൊക്കെ എഴുതി വെക്കുക. അതൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബുക്ക് നമ്മൾ കരുതേണ്ടതുണ്ട്. ആ പോയിന്റ് വരുന്നുണ്ട്. നോക്കിക്കോ, നെക്സ്റ്റ് വൺ, മെയിൻറ്റെയിൻ എ റീഡിംഗ് നോട്ട് ബുക്ക്. ദിസ് വൺ, റീഡിങ്ങിനായിട്ട് ഒരു നോട്ട് ബുക്ക്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, റീഡിങ്ങിന് എന്തിനാ നോട്ട് ബുക്ക്? ഈ ഒരു പോയിന്റ്സ് ഒക്കെ നമുക്ക് എഴുതി വെക്കണമെങ്കിൽ യെസ്, ഹൈലൈറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റിലുള്ള സാധനം കിട്ടും. അതല്ലാതെ ഇതിന്റെ തീം എഴുതി വെക്കാനും ക്യാരക്ടർ ട്രേറ്റ്സ് ഒക്കെ ചിലപ്പോൾ അതിൽ വരുന്ന സമയത്ത് അവിടെ എഴുതി വെക്കാം, മീൻസ് ആക്ച്വലി ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ബട്ട് അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുക, എക്സാം സമയത്തൊക്കെ യൂസ്ഫുൾ ആവുക ഈ ഒരു റീഡിംഗ് നോട്ട്ബുക്ക് ആയിരിക്കും. അതിൽ എന്തൊക്കെ ചാപ്റ്ററിന്റെ സമ്മറീസ് എഴുതാം, ക്യാരക്ടർ സ്കെച്ച് എഴുതാം, വൊക്കാബുലറീസും അതിന്റെ മീനിങ്, പുതിയ വൊക്കാബ്സ് എഴുതാൻ പറ്റും. ലിറ്റററി ഡിവൈസ്, അതായത് പോയറ്റിക് ഡിവൈസ് നമുക്ക് എഴുതാൻ പറ്റും. ഇനി പ്രാക്ടീസ് റീഡിംഗ് അലൗഡ്.
ചില ആൾക്കാർക്ക് നല്ല വായിച്ചാലാണ് മനസ്സിലാവുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. എന്തായാലും എല്ലാവർക്കും കേട്ടുകൊണ്ട് വായിക്കുമ്പോഴാണ് കുറച്ചുകൂടി കൂടുതൽ നന്നായിട്ട് മനസ്സിലാവുക. ദാറ്റ്സ് എ സൈക്കോളജി, സോ ട്രൈ ടു ഡു ദാറ്റ്. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഹെൽപ്സ് ഇംപ്രൂവ് പ്രൊനൗൺസിയേഷൻ, ഇംപ്രൂവ് ആംസ്, അത് സഹായിക്കും. ഫ്ലുവൻസി കിട്ടും ആൻഡ് കോൺഫിഡൻസ് കിട്ടും. റീഡ് ഡയലോഗ്സ് വിത്ത് എക്സ്പ്രഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ടോൺ ആൻഡ് ഇമോഷൻ. ആ ഒരു ഇമോഷൻ, ആ ഒരു ക്യാരക്ടറിനെ പോലെ തന്നെ നമ്മൾ എന്താക്കുക, സംസാരിച്ച് നോക്കുക. ഹലോ, ഹൗ ആർ യു എന്നുള്ള ഒരു സെഗ്മെന്റ്, ഈ ഒരു ഡയലോഗ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഹലോ ഹൗ ആർ യു എന്നുള്ള ആക്ഷനോട് കൂടിയിട്ടും ഇമോഷനോട് കൂടിയിട്ടും ഒക്കെ നമ്മൾ എന്താക്കുക, ട്രൈ ഔട്ട് ചെയ്ത് ആക്ട് ചെയ്ത് ട്രൈ ചെയ്യാം. അണ്ടർസ്റ്റാൻഡ് ദ പോയറ്റിക് ഡിവൈസസ് ആൻഡ് ലിറ്റററി ടേംസ്. ഓക്കെ, അതായത് നമ്മൾക്ക് പോയറ്റിക് ഡിവൈസ് ഉണ്ടായിരിക്കും, ലിറ്റററി ടേംസ് ഉണ്ടായിരിക്കും, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നോ ടേംസ് ലൈക്ക് സിമിലി, മെറ്റഫർ, ഇലിട്രേഷൻ, പെർസോണിഫിക്കേഷൻ, നമ്മൾ ഇങ്ങനത്തെ കുറേ പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് വേണമെങ്കിൽ ആ ഒരു റീഡിംഗ് ബുക്കിൽ എന്താക്കുക, സ്പെസിഫിക് ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ എഴുതി വെക്കുക. എന്നാൽ പിന്നെ നമുക്ക് എന്താക്കാൻ ഒരു ഈസി ആയിട്ട് ഓരോ ചാപ്റ്ററിന്റെ എഴുതുന്ന സമയത്ത് ഒരു നമ്പർ ഇട്ട് കഴിഞ്ഞാൽ 1 സിമിലി കഴിഞ്ഞാൽ ഇവിടെ സിമിലി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏരിയയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് എ ഡിക്ഷണറി. ഓക്കെ, ഐഡന്റിഫൈ വേർ ദേ ആർ യൂസ്ഡ് ആൻഡ് വൈ, എന്തുകൊണ്ട് യൂസ് ചെയ്തു, എവിടെ യൂസ് ചെയ്യുന്നതൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. ഇംപ്രൂവ് വൊക്കാബ്സ് നാച്ചുറലി വൊക്കാബുലറി എന്താക്കാം, കാണാപ്പാഠം പഠിക്കുക, കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, നേച്ചുറലി നമ്മൾ മനസ്സിലാക്കുക. കീപ്പ് എ വൊക്കാബുലറി ജേർണൽ നമ്മൾ കയ്യിൽ കരുതുക. റൈറ്റ് ഡിഫിക്കൽട്ട് വേർഡ്സ് ഫ്രം ദ ലെസൺ, ഫൈൻഡ് ദെയർ മീനിങ് ആൻഡ് മേക്ക് യുവർ ഓൺ സെന്റൻസ്. എങ്ങനെ ഒരു അൺനോൺ വേർഡ് അല്ലെങ്കിൽ ന്യൂ വൊക്കാബ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് എഴുതി വെക്കുക. ആ സിറ്റുവേഷനിൽ അതിന്റെ മീനിങ് എന്താണെന്ന് കണ്ടത്, എന്നിട്ട് പുതിയൊരു സിറ്റുവേഷൻ നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സോൾവ് NCERT ആൻഡ് എക്സ്ട്രാ ക്വസ്റ്റ്യൻ. നമ്മുടെ NCERTയുടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും, സൈറ്റിൽ നിന്ന് കിട്ടും, അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടും. ഗോ ത്രൂ NCERT ഇൻ ടെക്സ്റ്റ് ആൻഡ് എൻ ക്വസ്റ്റ്യൻ, അങ്ങനത്തെ ടെക്സ്റ്റ് ബുക്കുകൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് എന്താക്കുക, ട്രൈ ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഫ്രം റെഫറൻസ് ബുക്സ് ലൈക്ക് BBC, അതുപോലെ തന്നെ ടുഗദർ വിത്ത് തുടങ്ങിയിട്ടുള്ള കുറേ സൈറ്റുകളുണ്ട്. അതിൽ നിന്നൊക്കെ എന്താക്കുക, ജസ്റ്റ് റെഫറൻസ് ബുക്കുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. Last 10th one, don't mug up, understand the why. വെറുതെ ചുമ്മാ അങ്ങനെ ഓടിച്ച് വായിച്ചു പോവുക എന്നുള്ളതല്ല, എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ എന്താക്കുക, മനസ്സിലാക്കുക. ടോപ്പ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദ മോറൽ ഓർ തീം, നോട്ട് ജസ്റ്റ് സ്റ്റോറി ലൈൻസ്. കഥ കംപ്ലീറ്റ് മനസ്സിലായി, ആ കഥയുടെ എന്താണ് മോറൽ, അതിൻ്റെ ഉള്ളടക്കവും മനസ്സിലായി, പക്ഷെ എന്താണ് അതിൻ്റെ മോറൽ, അതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത് മനസ്സിലായില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, എക്സാമിന് മാർക്ക് കിട്ടും. പക്ഷേ you guys are going to be a topper or pro. Yes, pro ആവാൻ പോവാണ്. സോ അങ്ങനെ അതും കൂടി മനസ്സിലാക്കി വെക്കുക. help them frame better answer in their own words. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എഴുതുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്ക് അത് മനസ്സിലായി എന്നുള്ളത് ആർക്ക് മനസ്സിലാവും, വാല്യൂഷൻ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാകും. അത് നന്നായിട്ട് ആ ക്വസ്റ്റ്യനേക്കാളും മറ്റു ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിഫ്ലക്ട് ചെയ്യാം. കാരണം ഇവനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും വാല്യൂഷൻ ചെയ്യുന്ന ആൾക്കാർക്ക്. ഇവൻ ഇതിനെ പറ്റി അറിയാം, ഇത് അത്രയും ഡെപ്ത് ലെവൽ അറിയുന്നതുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ അവൻ ശരിയാക്കും എന്നുള്ളൊരു മെന്റാലിറ്റി സ്വാഭാവികമായിട്ട് വരും. സെറ്റൊക്കെ പവർ എഴുതുക. നെക്സ്റ്റ് വൺ, പ്രാക്ടീസ് റൈറ്റിംഗ് ആൻസേഴ്സ്. പ്രാക്ടീസ്. ഓക്കെ, 3 to 5 മാർക്ക് ക്വസ്റ്റ്യൻസ് റെഗുലർ. ഇടയ്ക്കിടയ്ക്ക് 3 മുതൽ 5 മാർക്ക്. വലിയ എസ്സേ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നല്ല, 3 to 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് റെഗുലർ ചെയ്യുക. കീവേഡ്സ്, സ്ട്രക്ചർ, ക്ലാരിറ്റി, ഇത് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇനി ഡിസ്കസ് ഇൻ ഇംഗ്ലീഷ് വിത്ത് ഫ്രണ്ട്സ് ഓർ ടീച്ചർ. നിങ്ങൾ എന്താക്കുക, ടീച്ചേഴ്സിനോടോ ഫ്രണ്ട്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് യൂസ് ഇംഗ്ലീഷ്. ഓക്കെ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കും ടോപ്പിക്കും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ടോൺ, ഡിസ്കഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻഡ് ഇംപ്രൂവ് ഫ്ലുവൻസി. നമ്മുടെ ഫ്ലുവൻസി കിട്ടും, നമ്മളെ ഡിസ്കഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, അത് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ടോൺ മനസ്സിലാക്കാൻ കഴിയും. ക്യാൻ ഫോം എ സ്മോൾ ഇംഗ്ലീഷ് ക്ലബ് ഓർ ഗ്രൂപ്പ് ഫോർ ഡിസ്കഷൻ. ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിക്കോ. മീൻസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അല്ല, ക്ലബ് ഉണ്ടാക്കാം. ഓക്കെ, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഓക്കെ, ആൻഡ് 13 യൂസ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. നന്നായിട്ട് നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ആവണമെങ്കിൽ നമ്മൾ എന്താക്കുക, വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇംഗ്ലീഷ് സ്പീച്ച് വാസ് ഒബാമ. ബറാക്ക് ഒബാമയുടെ സ്പീച്ചുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ മോനെ ഏതാ സാധനം, അമേരിക്കൻ ഇംഗ്ലീഷ്, immersion. Okay, watch animated summaries or explanation videos കാണാൻ പറ്റും നിങ്ങൾക്ക്. ഐ സജസ്റ്റ് നിങ്ങൾ സ്പീച്ച് വീഡിയോസ് ഒക്കെ കുറച്ചുകൂടി എന്താ പറയുക, ഒതൻറ്റിക് ആയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ, BBC ന്യൂസ് പോലെയുള്ള അങ്ങനത്തെ ന്യൂസ് സ്പീച്ചൊക്കെ കാണുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സബ്ടൈറ്റിൽ അത് ജസ്റ്റ് വോയിസ് മാത്രം കേൾക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്പീച്ച് നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു 10-15 വേർഡുകൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ.
എനിക്കാകെ 5 വേർഡുകൾ മാത്രമേ അന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ കേട്ടത് തന്നെ വീണ്ടും കേട്ടു കുറേ കേട്ടു. അവസാനം സബ് ടൈറ്റിൽ ഇട്ട് കേട്ടതിന് ശേഷം കുറച്ചുകൂടി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി. പിന്നെ മീൻസ് ആക്ച്വലി അത് സബ് ടൈറ്റിൽ ഇല്ലാതെ തന്നെ കേൾക്കണം. ഓക്കെ, എന്നിട്ട് പിന്നെ അങ്ങനെ കുറേ കേൾക്കുക. ഓക്കെ, ആൻഡ് ഹെൽപ്സ് ഇൻ റിമെമ്പറിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബെറ്റർ. കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ടൈം മാനേജ്മെന്റ് മോനെ സീനാണ്. മേക്ക് എ ടൈം ടേബിൾ. നമുക്ക് ടൈം ടേബിൾ ഉണ്ടാക്കണം. കീപ് ഷോർട്ട് റീഡിംഗ് സെഷൻസ് ഡെയിലി 30 to 1 hour. ഒരു 30 മിനിറ്റ്, അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഷോർട്ട് റീഡിംഗ് സെഷൻ വെക്കുക. റിവൈസ് ഫ്രീക്വൻലി ഇൻസ്റ്റെഡ് ഓഫ് ക്രാമിംഗ് ബിഫോർ ദ എക്സാം. എക്സാമിന്റെ തലേന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് മൊത്തമായിട്ട് വാരി വലിച്ച് വായിക്കുന്നതിന് മുൻപ് നമ്മൾ എന്താക്കി ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. ഓക്കെ, ഒരു ചാപ്റ്റർ പഠിച്ചു, അതങ്ങോട്ട് ഒഴിവാക്കി, എന്നിട്ട് ലാസ്റ്റ് എക്സാമിന്റെ തലേന്ന് വായിക്കാം. നോട്ട്സ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എവിടേക്കോ സമ്മറിയും കാര്യങ്ങളൊക്കെ കിട്ടും, പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സമ്മറി ഉണ്ടാക്കുന്നതിന്റെ പവർ ഏതൊരു സമ്മറിക്കും കിട്ടില്ല. സോ ട്രൈ ടു ഡു ദാറ്റ്. ദിസ് ഗോണ ബി ദ ലാസ്റ്റ് പോയിന്റ്. റീഡ് ബിയോണ്ട് ദ ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിക്കണം അല്ല. റീഡ് ഷോർട്ട് സ്റ്റോറീസ് വായിക്കാം, ആർട്ടിക്കിൾസ് വായിക്കാം, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കാം. ആർട്ടിക്കിൾസ് ഐ സജസ്റ്റ് ആർട്ടിക്കിൾസ്. എല്ലാം വായിക്കാം, ബട്ട് ആർട്ടിക്കിൾസ് അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ വൊക്കാബ്സ് ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടാൻ സഹായിക്കുക ആർട്ടിക്കിൾസ് ആണ്. അത് നമ്മുടെ ലാംഗ്വേജ് ബിൽഡ് ചെയ്യാൻ, ലാംഗ്വേജിൻ്റെ സ്കില്ല് ബിൽഡ് ചെയ്യാൻ, കോംപ്രഹെൻഷനും സ്പീഡൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ സെറ്റാക്കാൻ കഴിയും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നിങ്ങളോടൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല, റീഡ് ഇംഗ്ലീഷ് ലൈക്ക് എ ടോപ്പർ ഇസ് നോട്ട് അബൌട്ട് റീഡിങ് മോർ. കുറേ വായിക്കുക, ധാരാളം വായിക്കുക എന്നുള്ളതല്ല ഇംഗ്ലീഷ് റീഡ് ലൈക്ക് എ ടോപ്പർ എന്നതുകൊണ്ട് ഉദ്ദേശം. ബട്ട് റീഡിങ് സ്മാർട്ട്ലി വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് വളരെ സ്മാർട്ടായിട്ട് വായിക്കുക. എങ്ങനെ? വിത്ത് സ്ട്രാറ്റജി ആൻഡ് കൺസിസ്റ്റൻസി. കുറച്ച് വായിച്ചു, അവിടെ ടച്ച്, പിന്നെ വായിക്കുന്നില്ല. ഒരു 2 മണിക്കൂർ വായിച്ചു, പിറ്റേ ദിവസം തീരെ വായിക്കുന്നില്ല. അങ്ങനെയല്ല, ഒരു ദിവസം 5 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അത് പിറ്റേ ദിവസം വായിക്കുന്നുണ്ടെങ്കിൽ, സ്ഥിരത ഉണ്ടെങ്കിൽ, കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ, ദാറ്റ് വുഡ് ബി ബെറ്റർ ദാൻ 2 hour reading in a one day. Yes, with the daily habits and the right techniques you can score high and enjoy English too. മാർക്ക് കൂടുതൽ വാങ്ങുന്നതിലുപരി you guys can enjoy English. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും കൂടി പറ്റും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ദിവസത്തിലെ 10-15 മിനിറ്റ് മാറ്റി വെക്കാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് എൻജോയ് ചെയ്യാൻ കഴിയും. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ പറ്റിയുള്ള കോമെന്റ്സ്. ട്രൈ ടു ടെക്സ്റ്റ് ഇൻ ഇംഗ്ലീഷിൽ ടെക്സ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ? എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിംഗ്, നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ സമയത്ത് എന്താണ് നിങ്ങളുടെ ഫീലിംഗ് എന്നുള്ളത് കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇതുപോലത്തെ ധാരാളം വീഡിയോസുമായിട്ട് വരും. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറന്നു വരുന്നത്, എസ്പെഷ്യലി ഫോർ ദ 9th CBSE students. And don't forget to subscribe for like these more contents. Okay, thank you. Bye bye.